എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കർക്കിടക ആശംസകൾ നേരുന്നു. ഈ കർക്കിടകം അല്ലെങ്കിൽ കർക്കടകം ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചാൽ കർക്കടകം എന്നുള്ള വാക്കാണ് ശരിയായ വാക്ക്. ഈ വരുന്ന കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് ഈ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോയാണ് ഈ വീഡിയോ. ഒരു കാര്യം ആദ്യമേ തന്നെ ഇവിടെ ഉറപ്പു തരുന്നു, ഇതിൽ തുടർന്ന് അങ്ങോട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉറപ്പായിട്ടും വെളിച്ചം വീശുന്ന ആശയങ്ങളായിരിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടന്നു പോകാം. നമ്മൾ കേരളീയരെ സംബന്ധിച്ച് ഈ കർക്കിടകം എന്ന ഒരു പദപ്രയോഗം അതങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വന്നെത്തുന്ന ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു വൈബ് ഈ കനത്ത മഴ, അതിനോടൊപ്പം രാമായണ പാരായണം. വാസ്തവത്തിൽ നമ്മുടെ കഴിഞ്ഞൊരു വർഷത്തെ ജീവിതം ഒന്ന് ഉടച്ചു വാർക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യുവാൻ വേണ്ടി പ്രകൃതി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ആ ഒരു മാസമാണ് ഈ പറഞ്ഞ കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് വിധേയരായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ ധിക്കരിക്കാതെ പ്രകൃതിക്ക് വഴങ്ങി നിങ്ങളുടെ പ്രാർത്ഥനകളും ജീവിത വ്യവഹാരങ്ങളും ക്രമപ്പെടുത്തുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ കർക്കിടക മാസം ഒരു പുണ്യമാസമായി തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കും. അവർ പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് കർക്കിടക മാസത്തിൽ ഭക്തിക്ക് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കണം എന്ന് ചോദിച്ചാൽ, ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്തെടുത്താൽ മതി. അതായത് യുദ്ധത്തിൽ രാവണനെ വധിച്ച് ലങ്ക കീഴടക്കിയ ശേഷം ലങ്കയുടെ ഐശ്വര്യവും സ്വർണ്ണക്കൊട്ടാരങ്ങളുടെ ആ ഒരു സൗന്ദര്യവും ലക്ഷ്മണനെ അത്ഭുതപ്പെടുത്തി. സ്വർഗത്തെ പോലും പിന്നിലാക്കുന്ന ആ മഹനീയ ഹർമ്മ്യം കണ്ട ലക്ഷ്മണൻ ഒരു വേള സ്തംഭിച്ചു നിന്നുപോയി. അപ്പോൾ പൊടുന്നനെ രാമൻ അനുജനോട് പറഞ്ഞത്, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ലക്ഷ്മണ, അത്രത്തോളം വരുമോ നീ കൺമുന്നിൽ കാണുന്ന ആ സ്വർണ്ണ കൊട്ടാരം എന്നാണ്. ഇവിടെ ഈ രംഗത്തിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഒരു ലക്ഷ്യത്തിൽ മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇതുപോലെ മിന്നിത്തിളങ്ങുന്ന ഭൗതിക വസ്തുക്കളൊന്നും അവർക്ക് അവരുടെ ആ ലക്ഷ്യപ്രാപ്തിക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ തടസ്സം സൃഷ്ടിക്കാവുന്ന അങ്ങനെ ഒരു പ്രതിബന്ധമല്ല. അപ്പോൾ ഈ പറഞ്ഞ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ നമ്മുടെ ഉള്ളിൽ രാമനിലൂടെ നിർമ്മിച്ചെടുക്കുന്ന അല്ലെങ്കിൽ രാമനെ കേന്ദ്ര ബിന്ദുവാക്കി ജീവിതത്തെ ഉടച്ചു വാർക്കുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ ഈ മാസം നിങ്ങൾ കൃത്യമായി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാൽ അതോടുകൂടി അടുത്തൊരു വർഷം പ്രവർത്തിക്കാനുള്ള ആ ഒരു ഊർജം നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉറപ്പായിട്ട് വന്നു ചേരുന്നതായിരിക്കും. ഈ ഊർജം എങ്ങനെ ശേഖരിക്കാം, അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ കുറേശ്ശെയായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ കർക്കിടക മാസത്തെ ഒരു പഞ്ഞമാസം എന്ന നിലയിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കർക്കിടക മാസം കഷ്ടപ്പാടിൻ്റെയും വറുതിയുടെയും ആ ഒരു കാലമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ ചില സുവർണ നേട്ടങ്ങൾ അവരെ തേടി വരുന്ന ആ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങളോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഈ 12 നക്ഷത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പറയാൻ കാരണം അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇതിലേറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ ഇപ്പോഴത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജ്യോതിഷ വിവരങ്ങൾ പ്രകാരം ഈ 12 നക്ഷത്രക്കാർക്ക് ഇതിനേക്കാൾ വലിയൊരു സുവർണ അവസരം ഇനി അവരുടെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും വന്നു ചേരാനില്ല. പ്രത്യേകിച്ചും ശുഭഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനമാറ്റം ഇവരുടെ ജീവിതമാകെ മാറ്റിമറിക്കും എന്ന രീതിയിലാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ ഇവിടെ ഗ്രഹനില പ്രകാരം സംജാതമായിരിക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും ആദ്യം വന്ന് കിട്ടിയിരിക്കുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം ഒരു പുതിയ തുടക്കത്തിൻ്റെ ആ ഒരു കാലഘട്ടമാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി. കാരണം ദീർഘനാളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി വരും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ ഏറ്റവും ക്ലിയറായി മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ ഈ ഒരു സമയം. മാത്രവുമല്ല, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടും. അതായത് നിങ്ങളാൽ തിരിച്ച് വീണ്ടെടുക്കും.
മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് കണ്ട് മാതാപിതാക്കൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാനുള്ള അവസരങ്ങളും സംജാതമാകും. ഇനി അടുത്തത് രണ്ടാമത്തെ നക്ഷത്രമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വൻ പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക്, അതിപ്പോൾ ചെറുകിട ബിസിനസ് ആയിക്കോട്ടെ വൻകിട ബിസിനസ്സും ആയിക്കോട്ടെ, ഇരട്ടി ലാഭം കൊയ്യാനുള്ള അവസരങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേരും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അതിവേഗത്തിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ കർക്കിടക മാസം അത് സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. മാത്രവുമല്ല, നിങ്ങൾ ഓൾറെഡി വലിയ കടബാധ്യതകളിൽ പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ ആ കടബാധ്യതകളിൽ നിന്ന് വലിയൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം. ഇനി അടുത്തത് മൂന്നാമത്തേത് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ അപ്രതീക്ഷിത ധനലാഭം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരാൻ വലിയ സാധ്യത കാണുന്നുണ്ട്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ അംഗീകാരങ്ങൾ ഉറപ്പായിട്ടും ലഭിക്കും. ഇതിലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവോടുകൂടിയുള്ള പ്രമോഷൻ ലഭിക്കാൻ കൃത്യമായ യോഗം കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യം നിങ്ങൾ ഈ കർക്കിടക മാസം തീരുന്നതിന് മുൻപ് തന്നെ വീണ്ടെടുത്തിരിക്കും. ഒരു പക്ഷേ അല്പം വൈകിയാലും ചിങ്ങമാസം നിങ്ങൾക്ക് നല്ല ആരോഗ്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് നാലാമത്തേത് മകയിരം നക്ഷത്രം. ഈ മകയിരം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും അവരുടെ ഈ പഠന വിഷയങ്ങളിൽ മികച്ച വിജയമാണ് ഈ മാസം നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാൻ അവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മുതിർന്നവരുടെ കാര്യമെടുത്താൽ ഈ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മാറി നിങ്ങൾ ദമ്പതികൾ തമ്മിൽ കൂടുതൽ അടുപ്പമുണ്ടാകുന്ന ഒരു സമയമാണ് ആഗതമാകുന്നത്. മാത്രവുമല്ല, കർമ്മമേഖലയിലേക്ക് ഒന്ന് നോക്കിയാൽ പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ഉറപ്പായിട്ടും ലാഭകരമായി മാറുന്നതായിരിക്കും. അതിനോടൊപ്പം സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും വർദ്ധിക്കുന്നതുമാണ്. ഇനി അടുത്തത് അഞ്ചാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടകം അവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ് സമ്മാനിക്കുന്നത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് അത്യപൂർവമായിട്ടുള്ള പല ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരും. പ്രത്യേകിച്ചും വായ്പകൾക്കായിട്ട് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് അത് ഉടനെ തന്നെ സാങ്ഷനായി കിട്ടും. വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് മികച്ച ചികിത്സയിലൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു രോഗമുക്തി നേടാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വീട് മാറ്റത്തിനോ അല്ലെങ്കിൽ ജോലി മാറ്റത്തിനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ കർക്കിടക മാസം ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ ശത്രുശല്യം ഏറ്റവും കൂടുതൽ കുറയുകയോ അല്ലെങ്കിൽ പരിപൂർണമായി നിങ്ങളുടെ മേലിൽ നിന്നുള്ള ശത്രുശല്യം ഒഴിവായി പോവുകയോ ചെയ്യും. ഇനി അടുത്തത് ആറാമത്തേത് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ അത് ഒരു പെരവാസലാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ പേരിടൽ ചടങ്ങുകളാകാം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹമാകാം, ഇങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. മാത്രമല്ല, ഈ ദീർഘനാളായി നിങ്ങൾ കാത്തിരുന്ന സന്താന സൗഭാഗ്യം ഈ നക്ഷത്രക്കാരായ ദമ്പതികളെ തേടിയെത്തിയേക്കും. അതുപോലെ തന്നെ ഇതിൽ പ്രണയിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ മാതാപിതാക്കളുടെ സമ്മതം ഉറപ്പായിട്ടും ലഭിക്കും. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നത്. ഇനി അടുത്തത് ഏഴാമത്തെ നക്ഷത്രം ഉത്തരം നക്ഷത്രം. ഉത്തര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ഏറ്റവും വലിയ പിന്തുണ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഇപ്പം പറഞ്ഞ ഈ സമയം. മാത്രമല്ല, പുതിയ കോൺട്രാക്റ്റുകൾ ഒപ്പുവെക്കാൻ സാധിക്കും. സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതിനാൽ നിങ്ങളിൽ സമ്പാദ്യശീലവും വർദ്ധിച്ചു വരുന്നതാണ്. നിങ്ങൾ കടം കൊടുത്ത പണം ഒരുപക്ഷെ നിങ്ങളത് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച് മറന്നിരുന്ന ആ പണം അത് നിങ്ങളുടെ കയ്യിൽ പലിശ സഹിതം വന്നു കിട്ടാനും യോഗം കാണുന്നുണ്ട്. ഇനി എട്ടാമത്തേത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ മാസമാണ്. നിങ്ങളെ തേടി വലിയൊരു ഭാഗ്യം ഉറപ്പായിട്ടും എത്തും, അങ്ങനെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും വിദേശത്ത് ഓൾറെഡി ജോലിയുള്ളവർക്ക് നാട്ടിലേക്ക് വരാനും, അതുപോലെ തന്നെ നാട്ടിൽ ജോലിയുള്ളവർക്ക് അതായത് ഏറെക്കാലമായിട്ടുള്ള ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോകാനും അവസരങ്ങൾ സംജാതമാകും. അതുപോലെ തന്നെ ദീർഘനാളത്തേക്ക് ശേഷം പ്രിയപ്പെട്ടവരുമായിട്ട് ജീവിതം ചെലവഴിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക്, അതായത് അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർക്ക് അവരുടെ ആഗ്രഹം ഉറപ്പായിട്ട് നടന്നു കിട്ടും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാമൂഹിക രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക്
ഉന്നത പദവികൾ ലഭിക്കും. അതുപോലെ തന്നെ നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ വിധി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇനി അടുത്ത 9ാമത്തേത് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള സമാധാനവും സന്തോഷവും കൈവരുന്ന ഒരു സമയമാണ് ആഗതമായിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് നീണ്ടു നിന്നിരുന്ന ആ മുൻകോപവും അനാവശ്യ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറി നിങ്ങളുടെ മനസ്സ് ഉറപ്പായിട്ടും ശാന്തമായി കിട്ടും. മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി മംഗളകരമായി ആ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും. പുതിയ വസ്തുവകകൾ വാങ്ങാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും വലിയ തോതിലുള്ള സഹായങ്ങൾ ഉറപ്പായിട്ടും ലഭിക്കും. ഇനി 10ാമത്തെ നക്ഷത്രം പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിന്, അതായത് നിങ്ങളുടെ ഏറെക്കാലമായിട്ടുള്ള കഷ്ടപ്പാടിന് അർഹിച്ച പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു മാസമാണ് ഈ പറഞ്ഞ കർക്കിടക മാസം. നിങ്ങളുടെ കരിയറിൽ വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ഇതിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വിസ നടപടികൾ ഉറപ്പായിട്ടും ഉണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് കിട്ടും. പുതിയ വാഹന ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഇനി 11ാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാര്യം, അതായത് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം ഈ മാസം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും. വിചാരിച്ചതിലും വലിയ വളർച്ച ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം. പങ്കാളിയുടെ പേരിൽ ആരംഭിക്കുന്ന ബിസിനസ്സുകൾ അത് ഉറപ്പായിട്ടും വിജയിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നത്. സമൂഹത്തിൽ നിങ്ങളോടുള്ള ബഹുമാനം മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവും കൂടിയാണ് ഈ പറഞ്ഞ കർക്കിടക മാസം. മാത്രവുമല്ല ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രശസ്തിയും പദവിയും അതുപോലെ തന്നെ ആദരവും നിങ്ങളെ ഉറപ്പായിട്ടും തേടിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി 12ാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രം. നിങ്ങൾ ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ കർക്കിടകത്തിലെ സർവ്വ ഐശ്വര്യങ്ങളുമാണ് ജ്യോതിഷം വളരെ കൃത്യമായിട്ട് പ്രവചിക്കുന്നത്. ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത ധനലാഭങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കും. കടങ്ങൾ പൂർണ്ണമായും വീട്ടാൻ സാധിക്കും. ഏറെ നാളായി വാങ്ങാൻ ആഗ്രഹിച്ച ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാഹനങ്ങളോ ഏതുമായിക്കോട്ടെ അത് നിങ്ങളുടെ കൈവശം വന്നു ചേർന്നിരിക്കും. കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ ഒരു വേലിയേറ്റം തന്നെ നിങ്ങൾക്ക് ദൃശ്യമാകും എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വീടിനടുത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം ഏതാണോ അടുത്തുള്ളത് അവിടെ നിങ്ങൾ ദർശനം നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ഒരു ചെറിയ പുഷ്പാർച്ചനകളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വഴിപാട് അവിടെ ചെയ്യിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഫലപ്രവചനങ്ങൾ കേൾക്കുന്നത് വിദേശ രാജ്യത്തിരുന്നു കൊണ്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി. അത് എഴുതിയെടുത്ത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ 12 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ കർക്കിടക മാസം എല്ലാവിധ ഐശ്വര്യവും സമാധാനവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റ് വിവരങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.